ധനരാജ് ഫണ്ടും കെട്ടിട നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 90 ലക്ഷത്തിലേറെ രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കമ്മീഷൻ പൂർണ്ണമായും സത്യവിരുദ്ധമായ റിപ്പോർട്ടാണ് നൽകിയത് എന്ന ആക്ഷേപമാണ് അന്നും ഇന്നും എനക്കുള്ളത്. വി കുഞ്ഞികൃഷ്ണൻ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ്. പാർട്ടിയുടെ ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന കാര്യം പാർട്ടിയെ തകർക്കാൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു കാര്യമാണ്. പാർട്ടിക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ തിരുത്താൻ വേണ്ടിയുള്ള മാർഗം ഇതല്ല. നമസ്കാരം. ഏതാണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പാണ് കാരന്താട്ട് ചുള്ളേരി വീട്ടിൽ CV ധനരാജ് എന്ന CPMന്റെ പ്രിയപ്പെട്ട സഖാവ് രക്തസാക്ഷിയാകുന്നത്. രാഷ്ട്രീയ തിമിരം ബാധിച്ച, മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയാത്ത കുറച്ച് ക്രിമിനലുകൾ വെട്ടിക്കൊന്നത്. ഒരു പതിറ്റാണ്ട് കഴിയുകയാണ്. ഇതാ നോക്കൂ, ഈ വിവാദം വി കുഞ്ഞികൃഷ്ണൻ തുറന്നു പറഞ്ഞതുമായി ബന്ധപ്പെട്ട ഫണ്ട് തട്ടിപ്പ് വിവാദം കഴിഞ്ഞ കാലങ്ങളിൽ ഏറെ കേട്ടതാണ്. പക്ഷെ പാർട്ടിക്കുള്ളിൽ തന്നെ പല നടപടികളും സമവായ ശ്രമങ്ങൾക്കും ശേഷം കുഞ്ഞികൃഷ്ണൻ പൊതുമാധ്യമങ്ങളിൽ വന്ന് ആ കാര്യം ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നതിനെ തുടർന്ന് പയ്യന്നൂരിൽ, കണ്ണൂരിൽ CPM രാഷ്ട്രീയം വലിയ പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. പാർട്ടിയുടെ ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ഫണ്ടും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പാർട്ടി തന്നെ പറയുന്നു. അതിൽ പോലീസ് അന്വേഷണമാണ് വേണ്ടത് എന്ന് കോൺഗ്രസ് പറയുന്നു. ഈ വിമർശനങ്ങൾക്കെല്ലാം ഇടയിലും അണികളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നത് ഏറ്റവും പ്രധാനവുമാണ്. സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരും, ശ്രീ M ജയചന്ദ്രൻ ഇടത് സഹയാത്രികൻ, ശ്രീ റിജിൽ മാക്കുറ്റി കോൺഗ്രസിൽ നിന്ന്, ശ്രീ ജോസഫ് C മാത്യു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ശ്രീ ജോസഫ് C മാത്യു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ജോസഫ് C മാത്യു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിപ്പോ ഈ കുടത്തിൽ വാമൂടി കെട്ടിവെച്ചിരുന്ന ഒരു വിവാദമായിരുന്നുവെങ്കിലും ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ അനവധി പുറത്തു വന്നിട്ടുണ്ട്. ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഏറെ വാർത്തകളും വിവാദങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോ ശ്രീ വി കുഞ്ഞികൃഷ്ണൻ തന്നെ പുറത്തു വന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയാണ്. അദ്ദേഹം പറയുന്ന കാലം, അദ്ദേഹം പറയുന്ന തുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും കൈക്കോടാലിയായി മാറുന്നു എന്നൊരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ? അപ്പോൾ പാർട്ടി കോട്ടകളിൽ പോസ്റ്റർ വെക്കാമെന്നതിനപ്പുറത്തേക്ക് കണക്ക് കൃത്യമായി മുന്നോട്ട് വെക്കാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ TI മസൂദിനടക്കം നേരത്തെ നേരിടേണ്ടി വന്ന നടപടികളെ വിശദീകരിക്കാൻ സാധിക്കുമോ? ഇതൊന്നും കഴിയില്ല. കാരണം നമ്മൾ സാധാരണ കാണുന്നത് പോലെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയി മത്സരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണത്താൽ പുറത്താക്കപ്പെടുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇദ്ദേഹം ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഒരു പാർട്ടി സഖാവ്. അദ്ദേഹം പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം പുലർത്തുന്ന ഒരു മിതത്വം, അദ്ദേഹത്തിൻ്റെ ഒരു ശ്വാസമുട്ടൽ, അതായത് പറയാതിനി വയ്യ എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ വിമ്മിഷ്ടപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് നമുക്കത് കാണാൻ കഴിയുക. ഇനി സ്വയം വഞ്ചിക്കാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് സംസാരിക്കാൻ നിർബന്ധിതനാകുന്ന ഒരു പാർട്ടി സഖാവ് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അതേസമയം എന്തെങ്കിലും വന്നാൽ കുഴപ്പമില്ല, വരുന്നത് വന്നോട്ടെ എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറായി പുറത്തു വന്ന് പാർട്ടി അണികളോട് സംസാരിക്കേണ്ടത് തൻ്റെ ബാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു പാർട്ടി സഖാവ് സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തെ കാണുന്നത്. എൻ്റെ വിചാരം പൊതുജനങ്ങളും അങ്ങനെയാണ് കാണുന്നതെന്നാണ്. പാർട്ടിയെ സംരക്ഷിക്കലാണോ അതോ ഒരു നേതാവിനെ സംരക്ഷിക്കലാണോ തൻ്റെ കർത്തവ്യം എന്നുള്ളത്, പാർട്ടിയെ സംരക്ഷിക്കലാണ് തൻ്റെ കർത്തവ്യം എന്ന് തിരിച്ചറിയുകയും അതിന് അണികൾ നേതാക്കന്മാരെയും പാർട്ടിയെയും തിരുത്തുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ പുറത്തു വന്ന് സംസാരിക്കുന്നതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. അത് അദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പൊതിഞ്ഞ് പറയുന്നതിലും എല്ലാം അത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം അത് അവിടുത്തെ അദ്ദേഹത്തിന് നേരിട്ടറിയാവുന്ന വിഷയങ്ങളിലേക്ക്, പയ്യന്നൂരിലെ വിഷയങ്ങളിലേക്ക് പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു ജില്ലാ കമ്മിറ്റി അംഗം, അതും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗം, ഈ നേതാക്കന്മാരെ എല്ലാം അടുത്തറിയാവുന്ന അദ്ദേഹത്തിന് പറയാനാണെങ്കിൽ പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നെനിക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹം അതൊന്നും പറയാതെ നേരിട്ട് അദ്ദേഹത്തിന് ബോധ്യമുള്ള
ഒരു തരത്തിലും അത് ഖണ്ഡിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പുറത്ത് പറയുന്നത്. പക്ഷേ ശ്രീ ജോസഫ് സി മാത്യു, ഖണ്ഡിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോഴും ഇ പി ജയരാജൻ, കെ കെ രാഗേഷ് തുടങ്ങിയവരെല്ലാവരും പുറത്തു വന്നിട്ട് ഇത് പാർട്ടി അന്വേഷിച്ചതാണ്, പാർട്ടി കമ്മിറ്റിയെ വെച്ച് അന്വേഷിച്ചതാണ്, അന്വേഷണ റിപ്പോർട്ട് ഇദ്ദേഹം കുഞ്ഞികൃഷ്ണൻ തന്നെ അംഗീകരിച്ചതാണ്, തനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് സമ്മേളനത്തിൽ പറഞ്ഞതാണ് തുടങ്ങിയ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടല്ലോ. മാധു, അതാണ് ഈ കളവിൻ്റെ അങ്ങേയറ്റം. ഈ കമ്മീഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് കമ്മീഷൻ വെക്കുന്നതെന്ന്. അത് അദ്ദേഹം മാത്രം പറയുന്നതല്ല. നിങ്ങൾ VS പറഞ്ഞിട്ട് വെച്ച കമ്മീഷനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. TP ചന്ദ്രശേഖരൻ്റെ വധത്തെ സംബന്ധിച്ച് പാർട്ടി കമ്മീഷനുണ്ട്. VS പറഞ്ഞ എന്താണ്? പരാതിക്കാരനായ എന്നെ കാണുകയോ എൻ്റെ മൊഴി എടുക്കുകയോ ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു കമ്മീഷൻ ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അന്നേരം അത് ആറാൻ വേണ്ടി വെക്കുന്ന ഒരു കമ്മീഷൻ. അപ്പോൾ ശ്രീ കുഞ്ഞികൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഈ തെറ്റ് ചെയ്തവരെ വെളുപ്പിച്ചെടുക്കാനും ഇത് പരാതിക്കാരനെ ശാസിക്കാനും ശിക്ഷിക്കാനും വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്മീഷൻ പ്രഹസനം എന്നുള്ളത് എത്രയോ നാളായി നടക്കുന്നതാണ്. എന്ന് മാത്രമല്ല, ഇവരിപ്പോൾ പറയുന്നതിലെ വഞ്ചന എന്ന് പറയുന്നത്, അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെ, ധൻരാജ് എന്നുള്ള രക്തസാക്ഷിയുടെ ഫണ്ടിൻ്റെ, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ഫണ്ടിൻ്റെ, ഈ 3 ഫണ്ടിൻ്റെ തിരിമറി സംബന്ധിച്ച് അദ്ദേഹം ഓഡിറ്ററായിട്ടിരുന്നു. അദ്ദേഹം പരാതിക്കാരനായിരുന്നില്ല. അദ്ദേഹം ഓഡിറ്ററായിട്ടിരുന്ന, പാർട്ടി സെൻറ്റർ ചുമതലപ്പെടുത്തി ഓഡിറ്ററായിട്ടിരുന്ന് ഓഡിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യവും, ഏരിയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചുമതലയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന കാര്യങ്ങളും അക്കമിട്ട് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞതാണ്. അത് നേരത്തെ അന്വേഷിച്ചതാണ്. ഇപ്പോൾ പറയുന്ന ഈ കമ്മീഷൻ വെച്ചു എന്ന് പറയുന്ന കമ്മീഷൻ, അത് പാനോളി വത്സൻ, പ്രകാശൻ മാസ്റ്റർ, P ഹരീന്ദ്രൻ, ഇവരെ 3 പേരെ നിയമിച്ച കമ്മീഷൻ എന്ന് പറയുന്നത് അദ്ദേഹം 12/9/2024 ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ച പുതിയ ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതിന് നേരത്തെ പറഞ്ഞ ഫണ്ട് വെട്ടിപ്പുമായിട്ടും രക്തസാക്ഷിയുടെ ഫണ്ട് വെട്ടിപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് ഈ കളവിന്റെ ആഴം. നിങ്ങൾ നോക്കട്ടെ, അതാണ്. അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കൂ. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ച EP ജയരാജൻ ജാവേദ്കറെ കണ്ടതും അദ്ദേഹത്തിന്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യവും, പയ്യന്നൂരിലെ ഒരു പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനം അവിടുത്തെ വസ്തു വാങ്ങിയത്, അതായത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഒരു വസ്തു നിർമ്മാണ പ്രവർത്തനം നടത്താൻ ബന്ധപ്പെട്ട ആക്ഷേപമാണ്. ആ ആക്ഷേപം അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തോട് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന് തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം തനിക്ക് തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം അംഗീകരിച്ചു. അത് എങ്ങനെയാണ്? EP ജയരാജൻ ജാവേദ്കറെ കണ്ടതിനെ കുറിച്ച് എന്ത് തെളിവാണ് ഇദ്ദേഹം ഇനി ഹാജരാക്കേണ്ടത്? ഇദ്ദേഹത്തിന് എങ്ങനെയാണ് തെളിവ് ഹാജരാക്കാൻ കഴിയുക? ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തിന്, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഇങ്ങനെ ചെയ്ത രാഷ്ട്രീയമായിട്ടുള്ള അഴിമതിയെക്കുറിച്ച്, തെറ്റിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടെങ്കിൽ അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഘടകത്തിലല്ലാതെ എവിടെയാണ് ഉന്നയിക്കുക? അപ്പോൾ അത് വേറെ വിഷയം. അത് പോട്ടെ, അത് പാർട്ടിയുടെ നടപടിക്രമങ്ങൾ, അത് നടന്ന കാര്യങ്ങൾ അത് അദ്ദേഹം വിശദീകരിക്കട്ടെ. പക്ഷേ ഇതിനെ എടുത്തിട്ട് നേരത്തെയുള്ള ധൻരാജിൻ്റെ ഫണ്ട് വെട്ടിപ്പിനെ സംബന്ധിച്ചും ഏരിയ കമ്മിറ്റി ഓഫീസായിട്ടുള്ള AKG ഭവൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ ഫണ്ട് വെട്ടിപ്പിനെ സംബന്ധിച്ചും തിരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിനെ സംബന്ധിച്ചുമുള്ള കാര്യങ്ങൾക്ക് മറയായിട്ട് ഇത് രണ്ടും ഒന്നാണെന്നുള്ള രീതിയിൽ അതിപ്പോൾ ചെയ്യുന്നതല്ല. അദ്ദേഹം ഈ ജില്ലാ കമ്മിറ്റി ജില്ലാ സമ്മേളനത്തിൽ, ജില്ലാ കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ അദ്ദേഹത്തെ ശാസിച്ചതിന് ശേഷം, ഏതാണ് EP ജയരാജൻ്റെ വിഷയത്തിലും മറ്റേ സഹകരണ സ്ഥാപനത്തിൻ്റെ വിഷയത്തിലും പറഞ്ഞത് തെറ്റായി എന്ന് പറഞ്ഞ് കമ്മീഷൻ ശാസിച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിൽ വരുന്നതിന് മുമ്പേ ഈ കണ്ണൂർ വിഷൻ എന്ന് പറയുന്ന ചാനലിൽ വരുന്ന വാർത്തയിൽ എന്താ പറയുന്നത്? ഫണ്ട് തിരിമറി, നേരത്തെ ഉന്നയിച്ച ഫണ്ട് തിരിമറിയിൽ അദ്ദേഹത്തെ ശാസിച്ചു എന്നാണ്. എന്തിനാണ്? ഫണ്ട് തിരിമറി നടത്തിയവർക്ക് സ്വയം വെളുപ്പിക്കാനുള്ള ഒരു അവസരമായി അവരിത് കാണുന്നത് കൊണ്ടാണ് അവർ ഈ വ്യാജ വാർത്ത അപ്പോൾ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഗുരുതര സ്വഭാവം എല്ലാ രീതിയിലും അനാവരണം ചെയ്യപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ M ജയചന്ദ്രൻ, അങ്ങേക്ക് എന്നെ കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ നോക്കൂ, ഇത് പ്രതിപക്ഷമല്ല, മാധ്യമങ്ങളല്ല, ഇവരുടെ രണ്ടും കൈക്കോടാലി എന്ന് നിങ്ങൾ പിന്നീട് വിശേഷിപ്പിച്ച, ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഘടകത്തിൽ, CPM-ന്റെ പാർട്ടി ഘടകത്തിലെ പ്രധാനമായ ഒരു റോള് വഹിക്കുന്ന ഒരാളാണ് കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹമാണ് ഇത് പുറത്തു വന്ന് പറയുന്നത്. ആ പുറത്തു വന്ന് പറയുന്ന നിമിഷം അദ്ദേഹം എങ്ങനെയാണ് ഒറ്റുകാരനും, അദ്ദേഹം എങ്ങനെയാണ് കുലം കുത്തിയും, അദ്ദേഹം എങ്ങനെയാണ് കൈക്കോടാലിയുമായി മാറുന്നത്? അതാണല്ലോ ഇപ്പോൾ CPIM-ൻ്റെ നേതാക്കൾ വിശദീകരിച്ചത്. ഇന്നലെയും ഇപ്പോൾ ഈ പരിപാടി തുടങ്ങുമ്പോഴും
കാണിച്ച ബൈറ്റടക്കം ഉണ്ടല്ലോ. അതിലതാണല്ലോ വിശദീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് പാർട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹം താങ്കൾ ഈ ചോദിച്ച നിലകളിലേക്കൊക്കെ മാറുന്നു എന്നുള്ളത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കമ്മീഷനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ശ്രീ മാത്യു പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കമ്മീഷൻ തന്നെ ഇല്ല എന്നുള്ളൊരാക്ഷേപമാണ് അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ചേക്കുന്നത്. കുഞ്ഞികൃഷ്ണൻ വാസ്തവത്തിൽ കമ്മീഷനെ ഇല്ല എന്നുള്ളൊരു ആരോപണമുണ്ടോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഏതായാലും അദ്ദേഹം ചർച്ചയിൽ വരുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞത്. അദ്ദേഹം തന്നെ പറയട്ടെ, കമ്മീഷനെ ഇല്ലായിരുന്നു, അതൊക്കെ വെറും തട്ടിക്കൂട്ട് സാധനമായിരുന്നു എന്നുള്ളതാണ് ആക്ഷേപം. എങ്കിലത് പറയണം. പിന്നെ അദ്ദേഹം ആർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചത്? MLA-ക്കെതിരെയായിരുന്നു. MLA-ക്കെതിരെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് അറിയാത്ത ആളല്ലല്ലോ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി, ഇൻറ്റഗ്രിറ്റി ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടല്ലോ. 10-28 വർഷം സഹകരണ മേഖലയിൽ പ്രവർത്തിച്ച ആളാണ്. അതിനു മുമ്പ് CPIM-ൻ്റെ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അതിനുശേഷം സർവീസിൽ നിന്ന് പിരിഞ്ഞ ശേഷവും സർവീസിലുണ്ടായിരുന്ന കാലത്ത് ആ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി വരെ ആയിരുന്ന ആളാണ്. അതിനുശേഷം അവിടെ പ്രാദേശികമായി പയ്യന്നൂർ തന്നെ അദ്ദേഹം ഏരിയ സെക്രട്ടറിയായി, പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമായി, ഇപ്പോഴും ആ നിലയിൽ തന്നെ തുടരുന്നു. അദ്ദേഹത്തിന് ഈ പാർട്ടിയുടെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാത്ത ആളെ അല്ലല്ലോ ഒരു കാരണവശാലും. ഓഡിറ്ററായിരുന്ന ആളാണല്ലോ അവിടെയും ഇവിടെയും. അദ്ദേഹം പാർട്ടിയിലെ ഈ കേസുകളൊക്കെ ഓഡിറ്റ് ചെയ്തയാളാണ്. എന്തായിരുന്നു അടിസ്ഥാന പ്രശ്നം മാധു? ഈ പിന്നെ 4 റസീറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. അതായത് ഈ ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇടത് എന്ന ചന്ദ്രക്കല 4 എണ്ണത്തിൽ, ബാക്കിയുള്ളതിൽ ഇടതു, തായ്ക്ക് കുനിപ്പ്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് അതിൻ്റെ അകത്ത് ഇത് ഫേക്കാണ് എന്ന് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ചെയ്യാൻ ശ്രമിച്ചതെന്നല്ല ഞാൻ പറഞ്ഞത്, അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തത്, അത് പാർട്ടിയും അംഗീകരിച്ചത്. അതിനുശേഷമാണ് ആ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഈ പരാതി ആർക്കെതിരെയാണ് ഉന്നയിക്കപ്പെട്ടത്? MLA-ക്കെതിരെ ആയിരുന്നല്ലോ. MLA ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് മാറ്റുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. പിന്നീട് അടുത്ത സമ്മേളന കാലത്താണ് കുറച്ചു കാലം ഇദ്ദേഹം പിന്നെ നിഷ്ക്രിയമായി നിന്നു. പിന്നീട് അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലെത്തി. പിന്നെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വീണ്ടും ജില്ലാ കമ്മിറ്റി അംഗമായി, ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം പാർട്ടിയെ കറക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ, അതാണ് വിശ്വസിക്കേണ്ടതെങ്കിൽ, ഈ സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളും അദ്ദേഹത്തിനെതിരെ വരാൻ ഇടവരാത്തൊരു സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്? എനിക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ എൻ്റെ ബോധ്യം എന്ന് പറയുന്നത്, അത് മധുസൂദനൻ MLA-ക്കെതിരെയുള്ള കുഞ്ഞികൃഷ്ണൻ്റെ ഒരു നിലപാടാണ്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ടേം മത്സരിച്ച് കഴിഞ്ഞു, പയ്യന്നൂർ MLA ആയി. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് തന്നെ സ്വാഭാവിക നീതി അനുസരിച്ച് CPIM-ലെ വ്യവസ്ഥ പ്രകാരം 2 ടേം മത്സരിക്കാം, മറ്റ് പ്രശ്നങ്ങളില്ലെങ്കിൽ. അപ്പോൾ അദ്ദേഹത്തിന് അവസരം നിഷേധിക്കുക എന്നുള്ള ഒരു താല്പര്യം അല്ലാതെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോഴത്തെ നിലയിൽ ഈ പ്രശ്നം പുറത്തു വന്നതിന് മറ്റൊരു കാരണം ഞാൻ കാണുന്നില്ല. ശരി, ഓക്കെ, ശരി. ഇത് നോക്ക്, ഈ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ കമ്മിറ്റിയുടെ എന്താണ് സെക്രട്ടറി തന്നെ K മധുസൂദനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അല്ലാതെ മറ്റാർക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുകയാണ് എങ്കിൽ ഉന്നയിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിനെതിരെ അല്ലാതെ മറ്റാർക്കെതിരെയും ആരോപണം ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കണക്ക് അവതരിപ്പിക്കാനുള്ള ബാധ്യതയും മധുസൂദനായിരുന്നു. ഇപ്പോൾ പാർട്ടി ഒരു നടപടി K മധുസൂദനെതിരെ സ്വീകരിക്കുന്നതും ആ തിരിച്ചറിവുകളിൽ നിന്നാണല്ലോ. ഈ ഫണ്ട് ചെലവഴിച്ച് 34 ലക്ഷത്തിൻ്റെ ചെക്ക് ആണ് നൽകിയത്. അതിൽ 29.25 ലക്ഷം കോൺട്രാക്ടറുടെ അക്കൗണ്ടിലേക്കാണ്, 5 ലക്ഷം ഏരിയ സെക്രട്ടറി ആരാണെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഏരിയ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്, 5 ലക്ഷം മറ്റൊരു അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ നിലയ്ക്ക് ഫണ്ട് വിനിയോഗം ഉണ്ടായി എന്നത് സംബന്ധിച്ച് കൃത്യമായ രേഖകളുണ്ട് എന്നാണ് അദ്ദേഹം അടക്കം വ്യക്തമാക്കുകയും ചെയ്തത്. അതിൽ പരിശോധന നടത്തുകയോ അതിൽ എന്തെങ്കിലും കാര്യം പറയുകയോ ചെയ്ത കൈക്കോടാലി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അതിനെ വിശദീകരിക്കാൻ സാധ്യമാണോ എന്നുള്ളത് സംശയകരമാണ്. ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, ഇത് നോക്കിയപ്പോൾ ഇന്നിപ്പോൾ KPCC അധ്യക്ഷൻ പറയുന്നത് ഇതിൽ പോലീസ് അന്വേഷണം വേണമെന്നുള്ളതാണ്. പാർട്ടിയുടെ ഫണ്ട്, പാർട്ടി അണികളിൽ നിന്ന് പിരിച്ച ഫണ്ട്, അത് ആർക്കെങ്കിലും നൽകാമെന്ന് വാഗ്ദാനം നൽകിയിട്ടുമില്ല, ആരെങ്കിലും സഹായിക്കാമെന്നും വാഗ്ദാനം നൽകിയിട്ടില്ല. അതിൽ പിന്നെ പോലീസ് അന്വേഷണത്തിന്റെ ഒരു സാഹചര്യം എന്താണ്?
യഥാർത്ഥത്തിൽ പിന്നെ ഇപ്പോൾ CPM-ൻ്റെ പയ്യന്നൂരിലെ മുൻ ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി അംഗമായി ഇപ്പോഴും നിലനിൽക്കുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന അതിശക്തനായ പയ്യന്നൂർ പോലത്തെ CPM-ൻ്റെ അതിശക്തമായ ഒരു സ്ഥലത്തുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ് ഈ ആരോപണം ഉന്നയിച്ചത് ചെറിയ ആരോപണമൊന്നുമല്ലോ. ഈ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയായ ധനരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ ഫണ്ട് 1 കോടി അധികം ഫണ്ട് പിരിച്ച് 46.58 ലക്ഷം രൂപ കാണാനില്ല എന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിനുശേഷം പാർട്ടിയുടെ പ്രത്യേകിച്ച് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലും വലിയ രൂപത്തിലുള്ള ഫണ്ട് പിരിച്ചു, അതും അതിനകത്ത് കാണാനില്ല. തെരഞ്ഞെടുപ്പ് ഫണ്ട് 2 വ്യാജ റെസീറ്റിൽ ഉണ്ടാക്കി അതിനകത്ത് ഫണ്ട് പിരിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത് പാർട്ടി കോടതി മാത്രം തീർത്താൽ മതിയില്ലല്ലോ. പാർട്ടി കോടതി മാത്രം തീർക്കുന്ന വിഷയമല്ലല്ലോ, ഇത് ജനങ്ങളുടെ പണമാണല്ലോ കൈകാര്യം ചെയ്തത്. അല്ലാണ്ട് പാർട്ടി സഹാക്കൾ മാത്രം കൊടുത്തതല്ല, പൊതുജനത്തിൻ്റെ പണത്തിൽ നിന്നാണല്ലോ രക്തസാക്ഷികളുടെ ഫണ്ടും പാർട്ടി ഓഫീസിൻ്റെ ഫണ്ടും തെരഞ്ഞെടുപ്പ് ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഫണ്ട് പിരിച്ച് മുക്കിയ ആളുകൾക്കെതിരായി ഒരു നിലപാട് പറഞ്ഞു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ വളരെ ശക്തമായ രൂപത്തിൽ ഇപ്പോൾ സഖാക്കന്മാരുടെ ഒരു ഗതികേട് എന്നുള്ളതാണ്. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. രക്തസാക്ഷി ഫണ്ട് കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന രൂപത്തിലേക്ക് ഇങ്ങനെ പാട്ടുകൾ പാടേണ്ട സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. കണ്ണൂർ ജില്ലയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും പല മേഖല CPM-ൻ്റെ അധികാര കുത്തകയുടെ ഭാഗമായി ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ കറപ്റ്റഡായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കാൻ ഒരു മടിയുമില്ലാത്തവർ നക്കുക മുക്കുക നക്കുക എന്ന് പറഞ്ഞതുപോലെ ആ ഏർപ്പാടിലേക്ക് ഈ പാർട്ടി മാറിയിരിക്കുന്നു. നമുക്കറിയാം, രക്തസാക്ഷികളോട് വളരെ കൃത്യമായി അവർ പറയുന്ന അവനവന് വേണ്ടിയല്ലാതെ അവരെന്ന് ചുടുരക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി എന്നുള്ള വിപ്ലവ ഗാനങ്ങൾ പാടുന്നവരാണ്. ആ ആളുകളാണ് ഇവർ. അങ്ങനെ പാടുന്ന ആളുകൾ, ആ രക്തസാക്ഷികളെ കുറിച്ച് ഊറ്റം കൊള്ളുന്നവർ, ആ രക്തസാക്ഷിയുടെ കുടുംബത്തിന് പാർട്ടി സഹാക്കളും പൊതുജനങ്ങളും കൊടുത്ത ഫണ്ടിൽ നിന്ന് അത് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഈ പാർട്ടിക്ക് ഈ ഉണ്ടായ വിശ്വാസ്യതയാണ്, പാർട്ടി അണികളിലുണ്ടാകുന്ന വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സഖാവ്, പയ്യന്നൂരിലെ സഖാവ് വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തെ പോലെ ഒരാൾ, പാർട്ടിക്കകത്ത് ദീർഘകാലം പ്രവർത്തിച്ച ഒരാൾ, പയ്യന്നൂരിലെ സഖാക്കന്മാരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അത്രയേറെ കരുത്തുള്ളവരാണ്, അതോടെ അക്രമം കാണിക്കാൻ മടിയില്ലാത്തവരാണ്, അക്രമികളാണ്. അതിനകത്ത് ഇപ്പോൾ ഒരു കൗൺസിലർ പോലും ജയിലിൽ കിടക്കുന്ന അത്രയും പാർട്ടിയുടെ ക്രിമിനലുകൾ സംഘത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു ഈ പറയുന്ന MLA ആയി ഇന്ന് വിരാജിച്ചുകൊണ്ട് ഈ പണം കട്ട് മുന്നോട്ട് പോയ മധുസൂദനൻ എന്നുള്ളതൊക്കെ നമുക്കറിയുന്നൊരു കാര്യമാണ്. അത്തരത്തിലുള്ള ഗുണ്ടാസങ്ങളെ വെല്ലുവിളിച്ചാണ് അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് 51 വെട്ടിൻ്റെയും 41 വെട്ടിൻ്റെയും കഥകളി നാട്ടിലുണ്ടാകുമ്പോൾ പാർട്ടിക്കെതിരായി പറഞ്ഞവരെ പാർട്ടി കോടതി ശിക്ഷിക്കുന്ന നിലപാടുള്ള പാർട്ടി, ആ കരുത്തുള്ള പാർട്ടിയുടെ നേതാവ് ഇങ്ങനെ പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ തകരാൻ പാടില്ല എന്നുള്ളതിന്റെ കൃത്യമായ ബോധ്യത്തോട് അദ്ദേഹം പറഞ്ഞത്. ഒരർത്ഥം എന്ന് പറയുന്നത് ഇലക്ഷന് തൊട്ട് മുൻപാണ് ഈ തരത്തിലൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ധ്വനി അതിലുണ്ട്. ഇലക്ഷന് തൊട്ട് മുൻപ് എന്ന് പറയുമ്പോൾ TI മധുസൂദന് ഇനി സീറ്റ് കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധി ഈ വിവാദത്തിന് പിന്നിലുണ്ട് എന്നതാണ് പാർട്ടി ഇപ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ 2016 ജൂലൈയിലാണ് ധനരാജിന്റെ മരണമുണ്ടാകുന്നത്, കൊലപാതകമുണ്ടാകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് പലതരത്തിലുള്ള ഈ 3 ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ടല്ലോ. 2021 ഇലക്ഷനിലെ ഫണ്ട് ക്രമക്കേട് വരെയുള്ള കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടിയെ പറ്റിച്ച്, പാർട്ടിയെ കണ്ണുകെട്ടി, പാർട്ടിയുടെ മുഴുവൻ ഓഡിറ്റ് സംവിധാനത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒക്കെ നിൽക്കുന്ന ഒരാൾക്ക് പിന്നെയും ആദ്യത്തെ തവണ സീറ്റ് കിട്ടുന്നു, രണ്ടാമത്തെ തവണ സീറ്റ് കിട്ടാൻ പോകുന്നു എന്നർത്ഥത്തിൽ പ്രബലനായി നിൽക്കാൻ കഴിയുമോ? ഞാൻ പറയട്ടെ, അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞു വെച്ച കാര്യം പൂർത്തിയാക്കുന്ന ഇടയിൽ മാധു ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിനകത്ത് ഒരു പ്രതിഷേധ പ്രകടനം നടത്തി ഞങ്ങളെ കോൺഗ്രസ് പ്രവർത്തകർ പയ്യന്നൂരിലിട്ടിട്ടാണ് ഈ CPM-ന്റെ DYയുടെ ഗുണ്ടാസംഘം MLA ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന് ആ MLA ഓഫീസിൽ നിന്ന് ഗുണ്ടകളെ പാർപ്പിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഗുണ്ടകളാണ് ഞങ്ങളുടെ നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോൾ ആക്രമിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ചോദ്യം ചെയ്യാൻ പാർട്ടി സഖാവ് ചോദ്യം ചെയ്ത വിഷയത്തിനകത്ത് ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ പോലും മറ്റു പാർട്ടിക്ക് അവകാശമില്ല എന്ന രൂപത്തിലേക്ക് കൈകാര്യം ചെയ്തു വിടും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പയ്യന്നൂരെ രാഷ്ട്രീയം പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള അഴിമതിക്കാരായ രക്തസാക്ഷികളുടെ ഫണ്ട് പോലും മുക്കുന്നവരെ സംരക്ഷിക്കാൻ, കാരണം ഇതിനേക്കാളും വലിയ ആളുകളാണ് മുഖത്തുള്ളത്, ഇതിനേക്കാളും വലിയ മൂത്താപ്പമാരാണ് ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന CPM നേതാവ് മാത്രം പറയുന്ന ആരോപണമല്ലല്ലോ. അതിനു മുമ്പ് DYFയുടെ മുൻ ജില്ലാ സെക്രട്ടറി മനു തോമസ് ഉയർത്തിയ ആരോപണമുണ്ടല്ലോ. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P. ജയരാജനും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള
കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വെളിപ്പെടുത്തൽ മനു തോമസിന്റെ ഭാഗത്തുണ്ടായിട്ടല്ലോ. പക്ഷെ അതൊന്നും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കണ്ണൂരിലെ പാർട്ടി സഖാക്കന്മാർ മുഴുവൻ ഈ 10 വർഷക്കാലത്തെ ഭരണത്തിലും അതിനു മുമ്പും അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ സമ്പത്ത്, ആ സമ്പത്ത് കുമിഞ്ഞുകൂടിക്കൊണ്ട് സ്വന്തം പാർട്ടി സഖാക്കൾ പോലെ മറന്നുകൊണ്ട് ഏറ്റവും വലിയ ധനാഢ്യന്മാരും സമ്പന്നന്മാരുമായി മാറി നിൽക്കുന്നതിന്റെ എത്രയെത്ര തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ഇ.പി. ജയരാജൻ ഇന്നും അദ്ദേഹത്തെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഇപ്പോൾ റിസോർട്ട് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതും ഈ കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിനകത്ത് ഇ.പി. ജയരാജൻ എന്ന് പറഞ്ഞ CPM നേതാവാണ്. അങ്ങനെ അഴിമതിയും കൊള്ളയും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു കൂടാരമായി CPM മാറിയിരിക്കുന്നു. ഇതിനകത്തൊരു മാറ്റം വേണമെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വിശ്വസിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം തകരരുത്, എൻ്റെ ജീവൻ പോയാലും ഈ പ്രസ്ഥാനം തകരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു തിരുത്തലിന്റെ രാഷ്ട്രീയമാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ആ രാഷ്ട്രീയത്തെ CPM എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് നാളെ കാത്തിരുന്ന് കാണേണ്ടി വരും എന്നതാണ് പറയാനുള്ളത്. ശരി, ഇത് നോക്കൂ, ഈ അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ അവിടെ വലിയ തോതിൽ പോസ്റ്റർ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. എവിടെയായിരുന്നു ഇത്രയും കാലം എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. പയ്യന്നൂരിലടക്കം അത്രയും പാർട്ടി കേന്ദ്രമായി എടുത്ത് ഇത്രയും തുറന്ന, അതും മാധ്യമങ്ങളാണ് CPM-ന്റെ ഒന്നാമത്തെ ശത്രു, ഇടതുപക്ഷത്തിന്റെ ഒന്നാമത്തെ ശത്രു എന്ന നിലയ്ക്കുള്ള സൈബർ പ്രചാരണങ്ങൾ ഉണ്ടാവുകയാണ് ഈ തുറന്ന പറച്ചിലിന് പിന്നാലെ. ആ നിലയ്ക്ക് ആ ഒരു തുറന്നു പറച്ചിലുണ്ടായത്, അതിനെ തുടർന്നുണ്ടാകുന്ന രാഷ്ട്രീയ ചലനങ്ങൾ എന്ന് പറയുന്നത് ആശങ്കയോടുകൂടി നോക്കേണ്ടുന്ന ഒന്നുമാണ്. ശ്രീ ജോസഫ് സി മാത്യു, അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിൽ പൊരുതി തോറ്റിട്ടാണ് തുറന്നു പറയുന്നത് എന്നുള്ളതാണ്. ഇത്രയും വർഷമെടുത്തു, പല ഘടകങ്ങളിൽ പറഞ്ഞു. പാർട്ടിയുടെ ഏറ്റവും അനിഷേധ്യരായ നേതാക്കൾക്ക് മുന്നിൽ, കോടിയേരി ബാലകൃഷ്ണന് മുൻപിലടക്കം ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നതാണ് അദ്ദേഹം പറയുന്നത്. കോടിയേരിയെ കൂടി ഈ വിഷയത്തിലേക്ക് വലിച്ചിട്ടു എന്നുള്ളതാണ് CPM ഇപ്പോൾ കുഞ്ഞികൃഷ്ണനെതിരെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്ന ഒരു കാര്യവും കോടിയേരിയുടെ പേരടക്കം ഇതിലേക്ക് വലിച്ചിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് തുറന്നു പറയുന്നത്. അത് തോറ്റുപോയി എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്. അവരെ ചൊടിപ്പിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനോട് ചർച്ച ചെയ്തു എന്നുള്ള വിഷയമല്ല. കാരണം അദ്ദേഹം സംഘടനാപരമായി അദ്ദേഹം പാർട്ടി സെക്രട്ടറിയോടാണ് അത് പറയേണ്ടത്. അവർ നേരിട്ട് പരിചയമുള്ളവരാണ്. അദ്ദേഹം അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം കുറ്റക്കാരനാണ്. അവരെ ചൊടിപ്പിക്കുന്നത് ഈ അഴിമതി കഥകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞ പോലെയല്ല, ഞാൻ കമ്മീഷൻ ഇല്ലെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. കമ്മീഷൻ ഇല്ലെന്ന് പറഞ്ഞത് TP ചന്ദ്രശേഖരൻ്റെ വിഷയത്തിലാണ്. ഞാൻ മറ്റേ കമ്മീഷൻ അംഗങ്ങളുടെ പേര് പോലും വായിച്ചു. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്ന വളരെ ഗൗരവതരമായ കാര്യങ്ങളുണ്ട്. രസീത് കുറ്റിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായ കാര്യമല്ല അദ്ദേഹം പറയുന്നത്. വ്യാജ രസീത് കുറ്റി അടിക്കുകയാണ്. അതായത് പയ്യന്നൂർ സൊസൈറ്റി പ്രസ്സിൽ അടിച്ചു എന്ന അടിയിൽ എഴുതിയിരിക്കുക. അന്വേഷിച്ചപ്പോൾ അവിടെ അല്ല അടിച്ചിരിക്കുന്നത്, മറ്റൊരു സ്വകാര്യ പ്രസ്സിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ പേരല്ലാതെ മറ്റ് ഒഫീഷ്യലി പാർട്ടി അടിക്കാൻ തീരുമാനിച്ച അതേ പ്രസ്സിലാണ് അടിച്ചതെന്നുള്ള രീതിയിൽ വ്യാജ രസീത് കുറ്റി അടിച്ച് അതിൽ 25 ലീഫ് ഉള്ളിടത്ത് 28ാമത്തെ ലീഫിൽ പണം പിരിച്ചിരിക്കുന്ന കാണുന്നു. ഒരു റിയൽ എസ്റ്റേറ്റുകാരൻ നടന്ന് പണം പിരിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, പണം 20 കുറ്റിയിൽ നിന്ന് വരുന്നത്, ഈ പാർട്ടിക്ക് കൊടുത്തത് തന്നെ വരുന്നത് 23 ലക്ഷമോ 24 ലക്ഷമോ രൂപയാണ്. അപ്പോൾ ഇതാരിൽ നിന്നാണ് പിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ ഒരു ചെങ്ങാത്ത മുതലാളിത്തം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങ് ക്ലീശയായി പോയതാണ്. അവിടെ നാട്ടിലുള്ള റിയൽ എസ്റ്റേറ്റുകാരും ബാക്കിയുള്ളവരുമായിട്ടുമൊക്കെ ചേർന്ന് കുറച്ച് പൈസ പാർട്ടിക്കും പിരിച്ചു കൊടുക്കും. ഈ പേരിൽ വലിയ പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ അതിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നു കൊണ്ട് തുറന്ന് കാണിച്ചപ്പോഴും, അത് ആ വ്യക്തിയുടെ വിഷയം മാത്രമാണെങ്കിൽ, അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത് ഈ MLA-യുടെ കാര്യം മാത്രമല്ല. അതാണ് ഇലക്ഷൻ അടുത്തപ്പോൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ പെട്ടേക്കാം. പക്ഷേ ഈ പറഞ്ഞ നേതൃത്വം ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. നേതൃത്വത്തിന് ഇതൊരു വിഷയമല്ല. എന്തുകൊണ്ട് വിഷയമല്ല? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അദ്ദേഹം പറയുന്ന KP മധു എന്ന് പറഞ്ഞ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഏരിയ സെക്രട്ടറി, അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് പല കാരണങ്ങളാൽ പുറത്താക്കപ്പെട്ടതാണ്. കാരണങ്ങളെല്ലാം ഞാനിപ്പോൾ പറയുന്നില്ല, പുറത്താക്കിയതാണ്. അദ്ദേഹത്തെ പക്ഷേ തിരിച്ച് ഇപ്പോൾ ലോക്കൽ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തെ അവിടുത്തെ കൗൺസിലറാക്കി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കാൻ ഉള്ള ശ്രമം പരാജയപ്പെട്ടതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം. ഫണ്ട് തിരിമറി നടത്തിയതിന് നടപടിക്ക് ആയ ആളെ പയ്യന്നൂരെ ഒരു പ്രധാനപ്പെട്ട സഹകരണ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. പിന്നെ കരുവന്നൂർ ഉണ്ടാകുമ്പോൾ കരഞ്ഞാൽ മതിയോ? അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് നെക്സസിൻ്റെ കാര്യം, ഇതുപോലെ നടപടിക്ക് വിധേയരായവരെ പൊതുജനങ്ങളുടെ മേളിൽ പ്രതിഷ്ഠിക്കുന്ന കാര്യം, ഇതെല്ലാമാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ സംസ്ഥാനത്തെ തന്നെ നേതൃത്വമാണ് കണ്ണൂരെ നേതൃത്വം എന്ന് നമുക്കറിയാം. സംസ്ഥാന നേതാക്കളോട് ഉൾപ്പെടെ പറഞ്ഞാണ്. ഇതൊക്കെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. നേരത്തെ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണനോടും ഗോവിന്ദ മാഷോടും ഒക്കെ പറയുന്നതാണ്. ഇവർക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല.
നടപടിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഈ പാർട്ടിയുടെ സംവിധാനം അങ്ങനെ ആയിരിക്കുന്നു. ഈ പിരിവുകളെല്ലാം നടക്കുന്ന അങ്ങനെയാണ്. കാരണം ഇത് മുകൾ തട്ടിലേക്ക് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അത്രമേൽ ശക്തനാണോ ഇപ്പോ ഈ കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾക്കോ ഒന്നും നടപടിയെടുക്കാൻ കഴിയാത്ത തരത്തിൽ ഈ 10 വർഷവും ഈ വിവാദങ്ങൾ ഉണ്ടായിട്ട് നമുക്കറിയാമല്ലോ, സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ അവരുടെ ഒരു മാസത്തെ ശമ്പളം മാറ്റിവെച്ചു. ഏതാണ്ട് 10-70 ലക്ഷം രൂപ വരും. എത്ര പേർ സാക്ഷി പറയാനുണ്ടാകും അത് കണക്കിൽ വന്നില്ല എങ്കിൽ? അപ്പോൾ വളരെ പട്ടാപ്പകൽ പോലെ വ്യക്തമായ തെളിവുകളുണ്ട് എങ്കിൽ പോലും നടപടിയെടുക്കാൻ കഴിയാത്തത്ര ശക്തനാണോ കേവലം ഒരു MLA? അതാണ് മാധു, അതാണ് പറഞ്ഞു വന്നത്. ഇത് ഒരു MLA-യുടെ വിഷയമല്ല. ഒരു MLA-യുടെ വിഷയമാണെങ്കിൽ അദ്ദേഹം അത്ര വലിയ ശക്തനൊന്നും ആകില്ല, നടപടിയെടുക്കാൻ കഴിയും. ഇത് സംസ്ഥാനത്തെ പാർട്ടിയുടെ ഒരു പൊതുചിത്രമാണ്, അല്ലാതെ ഇത് ഒരു ഐസൊലേറ്റഡ് കേസല്ല. അദ്ദേഹം വ്യക്തമായി അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ TI മധുസൂദനൻ ഒരു അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് പയ്യന്നൂർ പോലെ ഒരു പ്രാദേശിക വിഷയമാണ്. പക്ഷേ TI മധുസൂദനെ കുറിച്ച് തെളിവ് സഹിതം പരാതി കൊടുത്തിട്ടും ഈ സമുന്നതരായ നേതാക്കന്മാർക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല. അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതാണ് നമ്മളെയും ചിന്തിപ്പിക്കുന്നത്. അത് ഒരു മധുസൂദനല്ല, പല ഭാഗത്തു നിന്ന് ഇതേ പ്രശ്നങ്ങൾ തന്നെ വരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം വന്നിട്ട് ഈ അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നില്ല. ശബരിമല കൊള്ളയിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇവർക്ക് നടപടിയെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇവരെ ദുർബലരായിരിക്കുന്നു നേതൃത്വം. കാരണം ഇതാണ് സംസ്ഥാന തലം വരെയും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പാർട്ടി ബന്ധുക്കൾ എന്നുള്ള പേരിൽ എങ്ങനെയാണ് ഈ ഞാൻ പേരുകളെല്ലാം പറയുന്നില്ല, VS വെറുക്കപ്പെട്ടവൻ വിളിച്ചവൻ ഉൾപ്പെടെ എങ്ങനെയാണ് പാർട്ടി ബന്ധുവായി വരുന്നത്? പാർട്ടിയുടെ ഫണ്ടുകൾ എവിടെ നിന്നാണ് വരുന്നത്? പാർട്ടി നടത്തുന്ന പരിപാടിക്ക് ഫുട്ബോൾ ആയിക്കോട്ടെ, വോളിബോൾ ആയിക്കോട്ടെ, ആരാണ് സ്പോൺസറായിട്ട് വരുന്നത്? ഇതെല്ലാം കുറേ നാളുകളായിട്ട് ഇവിടെ ചോദ്യം ഉയരുന്നതാണ്. ഇപ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് പുലിമടയിൽ നിന്ന് തന്നെ ഒരാൾ താണ്ടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുറത്തു വരുന്നു. ഞാൻ കഴിഞ്ഞ 30 വർഷമായി ഇതിൻ്റെ ഭാഗമായി നിന്ന ആളാണ്, ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ്, പാർട്ടി സെൻറ്റർ എന്നെ ഓഡിറ്ററായിട്ട് വെച്ച ആളാണ്. ഞാൻ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ ഞാൻ പാർട്ടിയെ അറിയിച്ചു. അവർ നടപടിയെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ സംരക്ഷിച്ചിട്ട് ചൂണ്ടിക്കാണിച്ച് എനിക്കെതിരെ നടപടിയെടുക്കുന്നു. മാധു നേരത്തെ പറഞ്ഞില്ലേ അവർക്കെതിരെ നടപടിയെടുക്കുന്നത്. എന്തിനാണെന്നറിയാവോ? കണക്ക് സമയത്ത് അവതരിപ്പിച്ചില്ല എന്നൊരു കാരണം പറഞ്ഞുകൊണ്ടാണ് നടപടിയെടുക്കുന്നത്. ബാക്കി എല്ലാറ്റിനെയും ന്യായീകരിക്കുകയാണ്. ആ കമ്മിറ്റി TV രാജേഷൊക്കെ ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ്. എന്തുകൊണ്ടാണ് അതെല്ലാം ന്യായീകരിക്കുന്നത്? എന്നിട്ട് ഇപ്പോൾ ചോദിക്കുന്നത് ഈ വിശുദ്ധൻ എവിടെയായിരുന്നു? ആ സമയത്ത് ഈ വിശുദ്ധൻ എവിടെയായിരുന്നു? ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന വിശുദ്ധന്മാരല്ലേ എവിടെയായിരുന്നു? അപ്പൊ ഇത് ഒരാളെ അവഹേളിച്ച് ആ ആളെ കരിവാരിത്തേച്ച് ആ ആളെ പുറത്താക്കി ചാപ്പ കുത്തി പുറത്താക്കുന്നതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് വിജയമാഷ് പറഞ്ഞത് ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും ചോദ്യം അവിടെ നിലനിൽക്കും എന്ന് പറഞ്ഞത്. ശരി, ഓക്കെ, അദ്ദേഹത്തെ പുറത്താക്കിക്കോളൂ അദ്ദേഹം പറഞ്ഞതുപോലെ. അത് അവരവരുടെ സംഘടനാപരമായ നടപടി എടുക്കട്ടെ. പക്ഷേ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഇവർ ഈ കവറപ്പ് ബിഡാണ് കേരളം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ ജയചന്ദ്രൻ, ഇപ്പൊ 2022 ഏരിയ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ വിഷയം പാർട്ടിയിൽ ഉന്നയിച്ചു. ഇതിപ്പോ എവിടെയായിരുന്നു എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ടല്ലോ. പാർട്ടിയിൽ ഉന്നയിച്ചു, പാർട്ടി നേതാക്കളെ അറിയിച്ചു, അപ്പോഴൊന്നും നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്ന ആ നടപടിയെടുക്കാൻ കാരണമായ ആരോപണവും ആക്ഷേപവും എന്താണ്? ലക്ഷ്യങ്ങൾ പലതാണ്. ഇപ്പോൾ ജോസഫ് സി മാത്യു പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഞാനും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ പറയേണ്ടതില്ല. അദ്ദേഹം അത് ഓപ്പൺ അപ്പ് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ പാർട്ടിയിൽ ഇത്ര കാലവും 28 വർഷം സർവീസ് ജീവിതത്തിലും അതിനു മുൻപ് സർവീസ് ജീവിതത്തിൽ വരുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തനത്തിൽ നിന്നു, പിന്നെ സർവീസ് ജീവിതത്തിലായിരുന്നു. ആ കാലത്ത് സർവീസ് സംഘടനയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം പെൻഷനറായതിനു ശേഷം വീണ്ടും പാർട്ടി പ്രവർത്തനത്തിലേക്ക് വന്ന, പിന്നീട് നേതാവായി ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായി മാറിയ കുഞ്ഞികൃഷ്ണൻ്റെ പ്രശ്നം, ആ പ്രശ്നം പൊടുന്നനെ ഉണ്ടായതാണ്
എന്ന് ആരും കരുതേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, പൊടുന്നനെ ഉണ്ടായതല്ല ഈ വാർത്തയും ഈ വിവാദങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നല്ലോ. സഖാവ് ധനരാജ് ഫണ്ട് വിവാദം എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉള്ള കെട്ടിട നിർമ്മാണമോ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ചെലവോ ഒക്കെ പാർട്ടിയുടേത് മാത്രമായ കാര്യം. ഈ രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊരു വിവാദം ഉണ്ടാകുമ്പോൾ അത് കേരളം പെട്ടെന്ന് ചർച്ച ചെയ്യുമല്ലോ. അങ്ങനെ രൂപപ്പെട്ടതും ആ നിലയ്ക്ക് പ്രതികരിക്കുന്നതുമാണ് നമ്മുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആദ്യത്തെ വാർത്തയൊന്നുമല്ല. അത് അങ്ങ് പറയുന്നത് പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ്. അതൊരു ഡിഫൻസുമല്ല. അല്ല, ഞാൻ എൻ്റെ ഭാഗം ഒന്ന് താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയാനുള്ള അവസരം എനിക്ക് തരണം. അല്ലാതെ ഇത് ഇടയ്ക്ക് കയറി ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവ്യക്തതയോടൊന്നും അവശേഷിപ്പിക്കാതെ തന്നെയാണല്ലോ പറയുന്നത്. വ്യക്തതയോടെ തന്നെയാണ് പറയുന്നതെന്നാണ് എൻ്റെ ബോധ്യം. അതിലെന്തെങ്കിലും വ്യക്തതയില്ലായ്മ ഉണ്ടെങ്കിൽ താങ്കൾ ചൂണ്ടിക്കാണിച്ചോളൂ. അല്ലെങ്കിൽ എനിക്കത് വ്യക്തമാക്കാനുള്ള അവസരം തരണം. ഞാൻ പറഞ്ഞതെന്താണ്, CPIM-നെതിരെ ജില്ലാ കമ്മിറ്റി അംഗം ഇപ്പോഴിങ്ങനെ ആരോപണമായിട്ട് വന്നതിന് ലക്ഷ്യങ്ങളുണ്ട്. അതിലൊരു ലക്ഷ്യം ഞാൻ പറഞ്ഞു, മറ്റ് പല ലക്ഷ്യങ്ങളുമുണ്ട്. അത് ജോസഫ് സി മാത്യു തന്നെ പറഞ്ഞു. അതിപ്പോൾ തൽക്കാലം പറയുന്നില്ല. അപ്പോൾ ഞാനും അതിലേക്ക് വരുന്നില്ല. പക്ഷേ നിഷ്കളങ്കമാണ്. അദ്ദേഹത്തിൻ്റെ ജനസേവന ത്വര കൊണ്ട് ഇത്രയും കാലം അടക്കി വെച്ച ആ ഒരു ഉത്തമ ബോധ്യം ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ പ്രകടിപ്പിക്കുകയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നതിനോട് വിയോജിപ്പുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആ വിയോജിപ്പ്? ആ വിയോജിപ്പ് വരുന്നത് ഇത്തരം ഒരു അഴിമതിയുടെ പ്രശ്നം അദ്ദേഹം കൂടെ അടങ്ങിയ പാർട്ടി ഘടകത്തിൽ മുൻപ് തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചർച്ച ചെയ്ത് കമ്മീഷനെ വെച്ച് നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ആ നിലപാടിൻ്റെ ഭാഗമായിട്ട് ഒന്നിലധികം പേർക്കെതിരെ നടപടി വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു, എതിർപക്ഷത്തുള്ളവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നു കഴിഞ്ഞൊരു കാര്യമാണ്. ആ കറക്ഷണൽ മെത്തേഡ് എന്നുള്ളത് CPIM-ലുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലുള്ള ഒരു രീതിയും ശീലവുമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ മഹാത്മാഗാന്ധിയുടെ നേരനുയായികൾ എന്ന് അവകാശപ്പെടുന്ന റിജിൽ മാക്കുറ്റി എന്താണ് ഇവിടെ നിന്ന് വിളമ്പുന്നത്? കെ സുധാകരൻ കരുണാകരൻ സ്മാരകത്തിൽ പിരിച്ച കോടികൾ എവിടെ പോയി? ആരെങ്കിലും ചോദിക്കാനുണ്ടോ? പറയാനുണ്ടോ? അറസ്റ്റ് ചെയ്തവരോ എത്ര? ഇപ്പോഴും അദ്ദേഹം പൈസയൊന്നും കൊണ്ടുപോയില്ല എന്ന് തന്നെയാണോ കോൺഗ്രസ് പാർട്ടി പറയുന്നത്? അത് പറയണം. PK ഫിറോസിൻ്റെ പേരുള്ളത് വേറെ പറയണോ? അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPIM-ൽ മഹാപൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു. പയ്യന്നൂരിലെ പാർട്ടി ഗ്രാമത്തിൽ ഞങ്ങൾക്ക് പോലും പ്രവേശിക്കാൻ അധികാരമില്ല. എന്തൊക്കെയാണ് ഈ കെ സുധാകരനാണ് MP, അന്നും MP ആണ്, ഇപ്പോഴും MP ആണല്ലോ, അന്ന് KPCC പ്രസിഡന്റുമായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? CPIM-കാരെ, DYFI-ക്കാരെ, SFI-ക്കാരെ വെല്ലുവിളിച്ചത് എന്തിൻ്റെ പേരിലാണ്? അഴിമതി ആരോപണം ഉണ്ടായതിൻ്റെ പേരിലല്ലേ ആ സംഭവങ്ങളൊക്കെ നടന്നത്. എന്നിട്ട് ഇപ്പോൾ വീണ്ടും ഗാന്ധിയൻ കുപ്പായമിട്ട് ഇവിടെ വന്നിരുന്ന ആദർശൻ പറയുന്നത് എന്തിനാണ്? അത് വെറും വീരവാദം അതല്ല ചെയ്യുന്നത്. സംബന്ധിച്ച് കുഞ്ഞികൃഷ്ണന് ലക്ഷ്യങ്ങളുണ്ട്. അതിലൊരു ലക്ഷ്യം ഞാൻ പറഞ്ഞു, മറ്റു ലക്ഷ്യങ്ങൾ ഞാൻ പറയുന്നില്ല. അങ്ങനെ നിരവധിയായ ലക്ഷ്യങ്ങൾ ഉള്ള ആളെ നിങ്ങൾ എന്തിനാണ് പാർട്ടിയുടെ സംഘടനാ ശൃംഖലയിൽ നിലനിർത്തിയത്? ഒരാൾ ഒരു ആരോപണം ഉന്നയിക്കുന്നു, അയാൾക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നു, അപ്പുറത്ത് വശത്തുള്ളവർക്കും എതിരെയും നടപടി ഉണ്ടായിരിക്കുന്നു എന്നങ്ങ് പറയുന്നു. അതെങ്ങനെയാണ് ഉണ്ടാവുക? ഒരു പരാതിയിൽ പരാതിക്കാരനെതിരെയും ആ പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന ആളുകൾക്കെതിരെയും ഒരേപോലെ നടപടി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? സംഘടനാപരമായ ഒരു പ്രശ്നം പരിശോധിക്കുമ്പോൾ ആർക്കൊക്കെയാണ് പെശക് പറ്റിയിട്ടുള്ളത്, വീഴ്ചകൾ പറ്റിയിട്ടുള്ളത്, തെറ്റ് പറ്റിയിട്ടുള്ളത്, ഈ മൂന്ന് കാര്യങ്ങളും പരിശോധിക്കും. പെശകുകളും വീഴ്ചകളും തെറ്റും അത് മൂന്നും പരിശോധിക്കുമ്പോൾ അതിന് മൂന്നിനും ആനുപാതികമായിട്ടാണ് പാർട്ടിയെ സംബന്ധിച്ചോളം പാർട്ടിയുടെ അച്ചടക്ക നടപടി സ്വീകരിക്കുക. അതാണ് CPIM-ൻ്റെ രീതി. അതാണ് സംഘടനാപരമായ രീതിയാണത്. അത് ഏതെങ്കിലും ഒരു സഖാവ് പരിപൂർണമായും അയാൾ പരിപൂർണമായും കുറ്റവിമുക്തനാകുക, മറ്റേയാൾ പരിപൂർണമായും കുറ്റക്കാരനാണ് എന്നുള്ള ആ ഒരു പോലീസ് ശൈലിയോ കോടതി ശൈലിയോ ഒന്നുമല്ല. പരിഹസിക്കുന്നവർക്ക് പരിഹസിക്കാം, സ്വന്തമായിട്ട് കോടതിയും പോലീസും അല്ലേ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ ഈ സംഘടനാപരമായ രീതി എന്ന് പറയുന്നത് സംഘടനാപരമായ രീതി തന്നെയാണ്. അതിൻ്റെ അകത്ത് ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായി പരിശോധിച്ചിട്ടാണ് കമ്മീഷൻ വരുന്നത്. അത് അല്ല, കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് കമ്മീഷൻ തന്നെ വരുന്നത്. ആ കമ്മീഷൻ അടുത്ത പരിശോധന കൂടെ നടത്തുകയാണ്. അതിനുശേഷമാണ് കമ്മീഷൻ്റെ ഫൈൻഡിങ്സ് റിപ്പോർട്ടാക്കുന്നത്. ആ റിപ്പോർട്ടാണ് പിന്നെയും ചർച്ച ചെയ്യുന്നത്. എന്നിട്ടാണ് തീരുമാനത്തിലേക്ക് വരുന്നത്. അതാണ് അച്ചടക്ക നടപടിയായി മാറുന്നത്. അങ്ങനെ ഒരു വലിയ പ്രോസസ്സാണ് ഈ അച്ചടക്ക നടപടി CPIM-ൽ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിട്ടുണ്ട്. ഇല്ലയെന്ന് കുഞ്ഞികൃഷ്ണൻ പറയുന്നില്ലല്ലോ. പിന്നെന്തിനാണ് ഇപ്പോൾ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്.
ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പോൾ ഈ വലിയ ആ ഒരു പ്രോസസ്സിന് ശേഷം പരാതിക്കാരനും പരാതിയെ പറയുന്ന ആളുകളും ഒക്കെ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ പിന്നെ പരാതിക്കാരുണ്ടാകില്ലല്ലോ, അല്ലേ? അതായത് പാർട്ടിയുടെ രീതിയാണ് എന്ന് വ്യക്തമാക്കിയാൽ മതിയല്ലോ. ശ്രീ ജയചന്ദ്രൻ പറയുന്ന പോലെ അല്ല കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് കമ്മീഷൻ ഒരു പ്രവർത്തനമാണ് നടത്തിയത്. കുറ്റക്കാരെ സംരക്ഷിക്കാനും അതിന് നിയമപരമായിട്ട് ചുമതലപ്പെടുത്തിയ ആള് ഞാൻ പരാതിക്കാരനായിരുന്നില്ല. എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയ ഓഡിറ്ററായിരുന്നു. ഞാൻ ഓഡിറ്റ് നടത്തിയ വിവരം പാർട്ടിയെ അറിയിക്കുകയാണ് ചെയ്തത്. ഞാൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു. എൻ്റെ എടുത്ത് ബോധ്യപ്പെട്ട കാര്യം ഞാൻ പാർട്ടിയെ അറിയിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. കുറ്റക്കാരനായിരിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തെ അദ്ദേഹത്തെ അവിടെ നിന്ന് നടപടിയെടുത്ത് മാറ്റുമ്പോൾ അദ്ദേഹം എന്നെയും കൊണ്ടേ പോകൂ എന്നൊരു സമീപനം എടുത്തപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുത്തു. പോട്ടെ, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതല്ലേ, നമ്മളിവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റേ വ്യാജ ID കാർഡ് അടിച്ചതിനെ കുറിച്ച് അന്വേഷിക്കുന്ന പാർട്ടിയല്ലേ? വ്യാജ റെസിപ്റ്റ് അടിച്ചതിൻ്റെ കാര്യം ഇവിടെ പറയണ്ടേ? വ്യാജ റെസിപ്റ്റ് അടിച്ചില്ലേ, ഇമ്പേഴ്സണേറ്റ് ചെയ്തില്ലേ, ജനങ്ങളുടെ കയ്യിൽ നിന്ന് പാർട്ടിക്ക് കൊടുക്കാനാണെന്നും പറഞ്ഞുള്ള ഫണ്ട് മേടിച്ച് തിരിമറി നടത്തിയാൽ അത് ജനങ്ങളെ കബളിപ്പിക്കലല്ലേ? അഴിമതിക്ക് പാർട്ടി നടപടിയെടുത്ത ആളെ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാക്കി കൊണ്ടുവച്ചിരിക്കുന്നതിനെ കുറിച്ച് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്ത് പരസ്യമായി ഒന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയണ്ടേ? റിയൽ എസ്റ്റേറ്റുകാരനെ പിരിവിന് വിടുന്നതിന് മറുപടി പറയണ്ടേ? അപ്പോൾ പാർട്ടിക്ക് വിപുലമായ കമ്മീഷനുണ്ട്, കമ്മീഷന്റെ രീതിയുണ്ട്, അത് സംഘടനാപരമായ കാര്യം. എന്തെങ്കിലും നടപടി എടുക്കട്ടെ. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കുകയോ ഏരിയ കമ്മിറ്റിയിലോ ലോക്കൽ കമ്മിറ്റിയിലോ എവിടെയെങ്കിലും വെക്കുകയോ എന്തെങ്കിലും ചെയ്യട്ടെ. അതല്ലല്ലോ വിഷയം. ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയണ്ടേ? അത് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇത് ജനങ്ങളുടെയും കൂടി ഒരു പാർട്ടിയല്ലേ? അതിനെക്കുറിച്ചാണ് മറുപടി പറയേണ്ടത്. ഇതിന്റെ അനിവാര്യമായ പരിസമാപ്തി എന്ന് പറയുന്നത് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്തു പോകും എന്നുള്ളതായിരിക്കുമോ? തീർച്ചയായിട്ടും കടുത്ത നടപടി ഉണ്ടാകും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2 ദിവസത്തിനകം പുറത്താക്കും. ശരി, അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ പുറത്താക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളത് പ്രശ്നമാണ്. കാരണം ഇതിന് മറുപടി പറയേണ്ടി വരും. അത് അവരുടെ വിഷയങ്ങൾ അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇൻഡിവിജ്വലാണ്. അല്ല, ശ്രീ ജോസഫ് സി മാത്യു, ഇതിപ്പോ ഈ കുഞ്ഞികൃഷ്ണൻ വ്യക്തിപരമായി തന്നെ അതിനെ നേരിടേണ്ടി വരുമോ? അദ്ദേഹത്തെ അനുകൂലിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള അനുഭാവമോ നിലപാടോ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കുണ്ടോ? പാർട്ടിയെ ഇത് സംബന്ധിച്ച് പാർട്ടി അണികൾക്കിടയിൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായമുണ്ടോ? മാധു, ഇത് വളരെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ വി നാരായണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇപ്പോൾ 75 വയസ്സായതുകൊണ്ട് ഏറിയ കമ്മിറ്റിയിലെ ക്ഷണിതാവായിട്ട് ഒറ്റ മാറിയതാണ്. സി കൃഷ്ണൻ എന്ന് പറയുന്ന സഖാവുണ്ട്. അവിടെ വ്യാപകമായി പാർട്ടിക്കകത്ത് അഭിപ്രായമുള്ളവരുണ്ട്. ഇപ്പോൾ ശ്രീ കുഞ്ഞികൃഷ്ണൻ തന്നെ ഇതുമായിട്ട് എത്ര നാൾ പാർട്ടിക്കകത്ത് തുടർന്നു. ഇടയ്ക്ക് പിണങ്ങി പോയി 8 മാസത്തിന് ശേഷം വീണ്ടും വന്ന് ജില്ലാ കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിച്ചു. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്ന ഒരുപാട് പേര് അതിൽ തുടരുമായിരിക്കും. കാരണം അത് പാർട്ടി സംവിധാനം അങ്ങനെ ഒന്നാണ്. അതൊക്കെ എനിക്കും ബോധ്യമുണ്ട്. പക്ഷേ ഇത് ഒരാൾ തികട്ടി പുറത്തു വന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അണികൾ തിരുത്തണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സ്ഥാനം മാത്രമല്ല, 50 വർഷത്തോളം പ്രവർത്തിച്ച പാർട്ടിയിലെ സ്ഥാനം മാത്രമല്ല, അവരദ്ദേഹത്തെ ഒറ്റുകാരൻ എന്ന് വിളിക്കുമ്പം നേരിടുന്ന ബുദ്ധിമുട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു മനുഷ്യൻ വന്ന് പറയുമ്പോൾ ആ വിഷയങ്ങൾ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ബൈബിളിൽ പറയും. അതുപോലെ അത് പാർട്ടിയിലെ അണികൾ അത് കേൾക്കാനും അവർ നേതൃത്വത്തോട് തിരുത്തൽ ആവശ്യപ്പെടാനും ഉള്ള ഒരു അവസരമാണ്. അതിനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഏതാണ്ടൊരു കൊതിക്കറിവായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. ശരി, ശ്രീ റിജിൽ മാർക്കറ്റ്, ഇപ്പോൾ നേരത്തെ ശ്രീ ജയചന്ദ്രൻ നേരിട്ട് ചോദിച്ചൊരു കാര്യമെന്ന് പറയുന്നത് കോൺഗ്രസിന് ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കാനും കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് നിലപാടെടുക്കാനും അത് പോലീസ് അന്വേഷിക്കണമെന്ന് പറയാനുമുള്ള ഒരു ധാർമ്മികമായ അടിത്തറ എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എവിടെ നിന്നുകൊണ്ടാണ് അതിന് മറുപടി പറയുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നോക്കൂ, ഈ ഇലക്ഷന് തൊട്ട് മുൻപുള്ള ഈ തരത്തിലുള്ള വെളിപ്പെടുത്തൽ അത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കും എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ? അതൊരു പാർട്ടി കോട്ടയാണ്. അവിടെ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോ TI മധുസൂദനൻ എന്ന് പറയുന്ന മറ്റൊരാളോ എന്നതിനപ്പുറത്തേക്ക് എന്തു വിവാദമുണ്ടായിട്ടുണ്ട് എങ്കിലും പാർട്ടിക്കൊപ്പം എന്ന നിലപാടെടുക്കുന്ന മനുഷ്യരാണല്ലോ അവിടുത്തെ സഖാക്കൾ.
ശ്രീമതി മാധു, ഇപ്പോൾ പയ്യന്നൂർ പോലെ CPM-ൻ്റെ ഒരു കോട്ട എന്ന് പറയുമ്പോൾ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിക്ക് ശക്തമായ വേരോട്ടമുള്ള, പ്രത്യേകിച്ച് പാർട്ടിയുടെ സംഘടനാ സംവിധാനവും സാമ്പത്തിക സമാഹരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. ഈ പറയുന്ന MLA എന്ന് പറയുന്ന ആൾ ഈ CPM-ൻ്റെ ഉന്നത നേതാക്കന്മാർ പിണറായി വിജയനും ഗോവിന്ദൻ മാഷക്കും അതോടൊപ്പം തന്നെയുള്ള നേതൃത്വത്തിനുമെല്ലാം ഏറെ പ്രിയപ്പെട്ടവനാണ്. TPയെ കൊന്ന കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകളെ അവർക്ക് അന്നത്തെ സംരക്ഷണ കവചമൊരുക്കി പാർട്ടിയുടെ ഇത്തരം ഓപ്പറേഷനുകളൊക്കെ നടത്താൻ കഴിവും പ്രാപ്തിയും ഉള്ള ഒരാളാണ് ഈ MLA എന്നുള്ളത് പയ്യന്നൂരിലെയും കണ്ണൂരിലെ ആളുകൾക്കൊക്കെ നന്നായി അറിയുന്ന ഒരാളാണ്. നല്ല വെളുക്കച്ചിരിക്കുമെങ്കിലും അയാളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവൃത്തികളെക്കുറിച്ച് അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും അവിടെ നാട്ടുകാർക്കും എല്ലാം അറിയാം. അതുകൊണ്ട് ഈ പറയുന്ന ആൾ അവർക്കിപ്പോൾ പാർട്ടി നേതൃത്വത്തിന് വളരെ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനെ പോലെയുള്ള ഒരു പാർട്ടിയുടെ സഖാവ് ഇത്തരം കാര്യങ്ങൾ പാർട്ടി അംഗമായി, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി നിന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. പയ്യന്നൂരിനകത്ത് മാറ്റം ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ച് CPM-നകത്ത് മാറ്റം ഉണ്ടായല്ലോ. ഈ തെരഞ്ഞെടുപ്പിനകത്ത് CPM-ൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വൈശാഖ് P കാരവാടിലാണ് CPM-ൻ്റെ നേതൃത്വത്തെ വെല്ലുവിളിച്ച് 250 വോട്ടിന് അവിടെ ജയിച്ചത്. എവിടെ? പയ്യന്നൂരെ കാര എന്ന് പറയുമ്പോൾ, പയ്യന്നൂരെ കോറം എന്ന് പറയുമ്പോൾ അതൊക്കെ പാർട്ടി കോട്ടയാണ്. അവിടെ നിന്ന് ഒരാൾക്ക് കയറിപ്പോകാൻ പറ്റാൻ സാധ്യതയില്ല. ഭൂതത്താൻ കോട്ട കിട്ടി പണിത ആ സ്ഥലത്ത് പോലും വിമത ശബ്ദത്തിൽപ്പെട്ട ഒരാളവിടെ വിജയിച്ചു വന്നു എങ്കിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തുന്ന ഈ ഒരു നിലപാട്, ഈ അഴിമതിക്കെതിരായി, ഈ രക്തസാക്ഷി ഫണ്ട് മുക്കിയ ഈ നേതൃത്വത്തിനെതിരായി, ഈ ഫണ്ട് മുക്കി കോടികൾ ഉണ്ടാക്കിയ നേതൃത്വത്തിനെതിരായി ചിന്തിക്കുന്നവരായി പാർട്ടി അണികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലകളിൽ പറയുന്നത് പോലെയല്ല. ദേശാഭിമാനി പത്രം മാത്രം വായിച്ച് കൈരളി ചാനൽ മാത്രം കണ്ടുകൊണ്ട് ഗോവിന്ദൻ മാഷയുടെ പാർട്ടി ക്ലാസ് കേട്ടുകൊണ്ട് നിൽക്കുന്ന സഖാക്കളല്ല ഇന്ന് കണ്ണൂർ ഉൾപ്പെടെയുള്ള സഖാക്കൾ ഇന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാസർഗോഡ് ഉൾപ്പെടെയുള്ള പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ടതാണ് പയ്യന്നൂർ. എത്ര വോട്ടാണ് അവിടെ ഉണ്ണിത്താൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ലോക്സഭ MP-ക്ക് അദ്ദേഹത്തിന് കിട്ടിയത്? എത്ര വോട്ടാ? അവിടുത്തെ CPM-ൻ്റെ കള്ളവോട്ടും അതോടൊപ്പം ബൂത്തുപിടുത്തവും സർവ്വ ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ആ നാട്ടിനകത്ത് നിന്ന് ഉണ്ണിത്താൻ നേടിയ വോട്ട് എങ്ങനെയാണ്? നമ്മുടെ കല്യാശ്ശേരിയിൽ 1000-ഓളം വോട്ടിൻ്റെ ലീഡ് മാത്രമേ കല്യാശ്ശേരിയിൽ ഇടതുപക്ഷത്തിനുള്ളൂ. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ പൊന്നാപുരം കോട്ടയം മുണ്ടേരി പഞ്ചായത്ത് നിന്ന് വരിക UDF ആണ്. അപ്പോൾ കൈപ്പത്തി അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് ചെയ്ത സഖാക്കളെല്ലാം തന്നെ ഇവിടെ ഈ മാറ്റി ചിന്തിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഈ പാർട്ടി തിരുത്തണം എന്നുള്ളതാണ്. ഇപ്പോൾ ജയചന്ദ്രൻ പറയും കോൺഗ്രസിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരാണോ? ഇപ്പോൾ കെ സുധാകരനെതിരെ ആരോപണം താങ്കൾ ഉന്നയിച്ചല്ലോ. ഈ പറയുന്ന കരുണാകരൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു പരാതി ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ശ്രീ മാധു നിങ്ങളുടെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കെ സുധാകരൻ്റെ അകന്നു പോയ ഒരു ഡ്രൈവറെ കൊണ്ട് ഇവർ പറഞ്ഞ് അയാൾ നടത്തിയ അഴിമതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അയാളെ സംരക്ഷിക്കാൻ അയാളൊരു ടൂളാക്കി പറയുന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ലല്ലോ. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ആ ജില്ലാ കമ്മിറ്റി അംഗം പറയുന്ന ഈ കാര്യത്തെ ഈ നാട് പ്രത്യേകിച്ച് സഖാക്കന്മാർ പോലും ചെവിക്കൊള്ളുക തന്നെ ചെയ്യുമെന്നെ സംബന്ധിച്ച് ഒരു തർക്കമില്ല. ഞങ്ങൾക്ക് പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ നാട്ടിനകത്തൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഞങ്ങൾക്ക് പറയണ്ടേ? ഈ പറയുന്ന കാര്യം നടക്കുമ്പോൾ ജനങ്ങളുടെ പണമല്ലേ ഇവർ കൊള്ളയടിച്ചത്? രക്തസാക്ഷികളുടെ പണമല്ലേ ഇവർ കൊള്ളയടിച്ചത്? സ്വാഭാവികമായി അങ്ങനെ കൊള്ളയടിച്ച് ഒരു കാര്യം പാർട്ടിയുടെ സഖാവ്, പാർട്ടിയിൽ നിന്ന് പുറത്തായ ആളല്ല അദ്ദേഹം. ഇപ്പോഴും ഞാൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ആ നിലപാട്, അദ്ദേഹം നാളെ MLA ആവണമെന്നോ MP ആവണമെന്നോ മന്ത്രി ആവണമെന്നില്ല. വന്ധ്യവയോധികനായി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ കടക്കുന്ന ഒരു മനുഷ്യൻ പാർട്ടിയെ തിരുത്തുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പറയുമ്പോൾ. ഞാനൊരു വന്ധ്യവയോധികനായാൽ പോലും പ്രശ്നമില്ല, എന്നെ 41 വെട്ടുവെട്ടി 51 വെട്ടുവെട്ടി കൊല്ലാം. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ ഇന്നലകളിൽ വന്ന ഫ്ലക്സുകളെ കുറിച്ച് ഒറ്റുകാരൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് അദ്ദേഹത്തെ ഓട്ടോ ഇടിച്ചോ അല്ലെങ്കിൽ ലോറി ഇടിച്ചോ ഒക്കെ ഇവർ ഇല്ലാതാക്കാമെന്നൊക്കെ ബോധ്യം അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ എന്നിട്ടും അദ്ദേഹം അത് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള സഖാക്കന്മാർ, ഈ അഴിമതിക്കാരല്ലാത്ത, പ്രത്യേകിച്ച് ഇന്നലകളിൽ പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കിയ പയ്യന്നൂരിലെ സഖാക്കൾ ആ കുഞ്ഞികൃഷ്ണന്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. അത് കണ്ണൂരിലെ CPM-ന് ഉണ്ടാക്കാൻ പോകുന്ന പരിക്ക് ചെറുതല്ല എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരു തർക്കവും വേണ്ട. പാർട്ടി കോട്ടകൾ തകരാൻ പോകുന്നതിന്റെ ലക്ഷണമാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലെന്ന് നാളത്തെ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലേക്കുള്ള ചലനങ്ങൾ ഇന്ന് കണ്ണൂരിലെ രാഷ്ട്രീയത്തിനകത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കുഞ്ഞികൃഷ്ണന്റെ ഈ വെളിപ്പെടുത്തൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞ് ആക്ഷേപിച്ചതുകൊണ്ട് കാര്യമില്ല. പാളയത്തിൽ തന്നെയാണ് പടം. നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് നിങ്ങളുടെ സഖാവാണ് ഈ കാര്യം ഉന്നയിച്ചതെങ്കിൽ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഇപ്പം രക്തസാക്ഷി ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളും പുതിയതല്ല. നമുക്ക് ഓർമ്മയുണ്ട്, ഏറ്റവും വികാരപരമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കിയ ഒന്നാണ് അഭിമന്യുവിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. അതിൻ്റെ ട്രഷറർ പിന്നീട് രാജിവെച്ച് പോകുന്ന സാഹചര്യമുണ്ടായി. പാർട്ടിയുമായി ബന്ധപ്പെട്ട് തന്നെ ജില്ലാ നേതാക്കൾക്ക് പരാതി കിട്ടി ആ ഫണ്ട് ചെലവഴിക്കാത്തതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് പലതരത്തിൽ പല പരാതികൾ ഉണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊരു ജാഗ്രത വേണ്ടേ? അന്ന് ഈ അഭിമന്യുവിൻ്റെ സംഭവം ഉണ്ടായപ്പോൾ തന്നെ
ധനരാജിന്റെ സംഭവമാണ് അടിസ്ഥാനപരമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇത്തരം ആരോപണങ്ങൾ തുടർച്ചയായി പാർട്ടിയെക്കുറിച്ച് ഉണ്ടാകുന്നു എന്നുള്ളത് എല്ലാ പ്രശ്നങ്ങളും ഇപ്പം ഏത് സമ്മേളനം വന്നാലും ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിൽ ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാലും എല്ലാം ഏറ്റവും വികാരവായ്പോടുകൂടി പാർട്ടി അണികൾ വിളിക്കുന്ന മുദ്രാവാക്യം രക്തസാക്ഷികളെ കുറിച്ചുള്ളതാണ്. തുടർച്ചയായി പാർട്ടിക്ക് എന്തുകൊണ്ടാണ് അതേ കാര്യത്തിൽ പഴി കേൾക്കേണ്ടി വരുന്നത്? മാധു, അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഏറ്റവും വൈകാരികമായിട്ടുള്ള അങ്ങനെ ഏതാണ്ട് അനാഥമാക്കപ്പെടുന്ന കുടുംബത്തിന് വേണ്ടി നടത്തുന്ന ഒരു പിരിവിൽ കൈയിട്ട് വാരുക എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച്, അണികളെ സംബന്ധിച്ച് സഹിക്കാവുന്നതല്ല. പക്ഷേ അത്തരം കേസുകളിലൊന്നും മാതൃകാപരമായിട്ടുള്ളൊരു നടപടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. നമ്മൾ ചിലപ്പോൾ ആ പ്രദേശത്തെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ അങ്ങനെ തെറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അത് തടയണമെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിൽ പറയുന്ന പോലെ എന്താണ്, നിങ്ങൾ അതിന്മേൽ എടുക്കുന്ന നടപടിക്ക് അനുസൃതമായിട്ടിരിക്കും. പക്ഷേ ഇവിടെ വളരെ പ്രകടമായിട്ടത് വരുന്നിടത്ത് പോലും ആ നടപടികൾ എടുക്കുന്നില്ല. അന്ന് ഈ ആക്ഷേപം വന്നത് പ്രധാനമായിട്ട് ആ കുടുംബത്തിൻ്റെയൊക്കെ ഭാഗത്തു നിന്നായിരുന്നു. പിന്നീട് എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു അക്കോമഡേഷനും അവരുടെ ഒരു ജീവസന്ധാരണ മാർഗങ്ങളിൽ അവർ കുടുങ്ങിക്കഴിയുമ്പോൾ അവർക്ക് പിന്നീട് ഇതിൻ്റെ പുറകെ പോകാൻ കഴിയില്ല, അവർക്ക് പാർട്ടിയോട് ഏറ്റുമുട്ടാൻ കഴിയില്ല. അങ്ങനെ അവർ നിശബ്ദരായി പോവും. പക്ഷേ ഇത് വഞ്ചിക്കപ്പെടുന്നത് ആരൊക്കെയാണ്? ആ കുടുംബം മാത്രമല്ല, അവർ നന്നായി ജീവിക്കണം എന്ന് കരുതി ഇതിലേക്ക് സംഭാവന ചെയ്യുന്ന പൊതുസമൂഹവും പാർട്ടി അണികളും എല്ലാമാണ് ഈ വഞ്ചിക്കപ്പെടുന്നത്. അത് ഒന്നിലധികം സ്ഥലങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ പോലും അതിന് വേണ്ട രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ തെറ്റുതിരുത്തൽ രേഖ എന്ന് പറയുന്നത് വീണ്ടും 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 കോട്ട് ചെയ്യുന്നത്. ഓരോ തെറ്റുതിരുത്തൽ രേഖയിലും നേരത്തെയുള്ള രേഖകൾ കോട്ട് ചെയ്യപ്പെടുകയാണ്, ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം നേതൃത്വത്തിൻ്റെ ഈ പാസീവ്നെസ്സാണ്. അതിൻ്റെ കാരണം അവർക്ക് വിരൽ ചൂണ്ടാനുള്ള ധാർമ്മികമായിട്ടുള്ള ധൈര്യമില്ല എന്നുള്ളതാണ്. അവർക്കറിയാം അത് ചോദ്യം ചെയ്യാനോ നടപടിയെടുക്കാനോ ഉള്ള ധാർമ്മികമായ അവകാശം അവർക്കില്ല എന്നുള്ളത്. അതാണ് ഈ പാർട്ടിയെ ഇത്ര വലിയ ഒരു അധപതനത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതാണ് കുഞ്ഞികൃഷ്ണൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ശരി, ശ്രീ ജയചന്ദ്രൻ, ഇപ്പോൾ ഈ ധൻരാജ് ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വിവാദമായെങ്കിലും മൂന്ന് ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. അതിൽ 2 എണ്ണം നമ്മൾ ഏറെക്കുറെ പറഞ്ഞു, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടതും റൂറൽ ബാങ്കിന് വേണ്ടി ഭൂമി വാങ്ങിയ കേസ്, അത് അടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നുണ്ട്. 3 ലക്ഷം രൂപ വിലയുള്ള ഇടത്ത് 8 ലക്ഷം രൂപയുടെ ഭൂമിയാണ് വാങ്ങിയത്. ടി.ഐ. മധുസൂദനന്റെ ബന്ധുവിൽ നിന്നാണ് ഭൂമി വാങ്ങിയത് എന്നുള്ളതാണ് ആരോപണം. ഇതൊക്കെ പാർട്ടിക്ക് വളരെ വ്യക്തമായി പരിശോധിക്കാൻ കഴിയുന്ന ഒന്നല്ലേ? നാട്ടിലില്ലാത്ത വിലയ്ക്ക്, അതും ടി.ഐ. മധുസൂദനന്റെ ബന്ധുവിൽ നിന്നാണ് ഈ പർച്ചേസ് നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോഴും ഒരു സംശയവുമില്ല. എന്നിട്ട് അങ്ങനെ വാർത്തയൊന്നും കണ്ടില്ലല്ലോ മാതൃഭൂമി ന്യൂസിൽ ഇന്ന്. മനസ്സിലായില്ല? ഇത് മാതൃഭൂമി ന്യൂസ് അല്ലേ? ഞാനല്ലേ പറയുന്നത്? അല്ല, അതല്ല, ഡീറ്റെയിൽസ് വേണ്ടേ? താങ്കൾ പറയുമ്പോൾ ഇപ്പോൾ പിന്നെ ഭൂമി തട്ടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എവിഡൻസും കൂടെ ഹാജരാക്കിയാണല്ലോ ഒരു മാധ്യമം ആ വാർത്ത അവതരിപ്പിക്കുന്നത്. അങ്ങനെയല്ലേ? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ ധനരാജ് ഫണ്ട് മാറ്റി വെച്ചതിന് മാധ്യമങ്ങൾ അതിന്റെ രേഖകൾ അടക്കം വെച്ചുകൊണ്ട് വേണം ചർച്ച ചെയ്യാൻ എന്നുള്ളതാണോ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ എന്താണ്, ഈ താങ്കൾ ഇങ്ങനെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആരോപണം അവതരിപ്പിക്കുന്ന രീതിയിൽ കുഞ്ഞികൃഷ്ണന്റെ പേര് ഞാൻ രണ്ടാമത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ 3 ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലല്ല, 3 ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് എന്ന് തന്നെയാണ് പറഞ്ഞത്. 3 ആരോപണങ്ങൾ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയല്ല ചെയ്തത്. അല്ലല്ല, ആദ്യം തന്നെ ചോദിച്ചത് അങ്ങനെ തന്നെയാണ്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും 3ാമത് ഒരു ആരോപണം കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യം കൂടി ചോദിച്ചത്. അങ്ങ് ശ്രദ്ധിക്കാത്തതാകും. അല്ലല്ല, 3 ആരോപണങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഇതില്ല. ഈ 3 ആരോപണങ്ങളെ കുറിച്ച് താങ്കൾ പറഞ്ഞു. എന്നിട്ട് അടുത്ത ആരോപണമായിട്ടാണ് പുതിയ സാധനം നിൽക്കുന്നത്. ഞാൻ ഈ 3 ആരോപണങ്ങളെ തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒന്ന് റീപ്ലൈ നോക്കിയാൽ മതി. ഒന്ന് ധനരാജുമായി ബന്ധപ്പെട്ട കാര്യം, രണ്ടാമത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം. ഞാൻ അതിനകത്ത് തർക്കിക്കാൻ വരുന്നില്ല. ഞാൻ താങ്കളോട് തർക്കിക്കാനില്ല. അഭിപ്രായം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. റൂറൽ ബാങ്കിന് വേണ്ടി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി അതും അധിക വിലയ്ക്ക് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആരോപണത്തിന്റെ ഭാഗമായി വരുന്നത്. അത് നോക്കൂ, ഇപ്പൊ ഒരു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി പർച്ചേസ് ചെയ്തുവെങ്കിൽ അതല്ല എന്ന് തെളിയിക്കാൻ കഴിയില്ലേ? അല്ല, ഞാനൊന്ന് പറയട്ടെ. താങ്കൾ ചോദിച്ചു കഴിഞ്ഞല്ലോ.
അല്ല ഇത്രയും പരത്തി പറയുകയാണെങ്കിൽ എന്തെങ്കിലും കൈ വേണ്ടേ എവിഡൻസ്? അങ്ങ് വെറുതെ അങ്ങ് പരത്തി പറഞ്ഞാൽ പോരല്ലോ, മതിയോ? അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള അവസരം തരണം. ഇത് ചെയ്യാതെ വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് പറയാൻ സമ്മതിക്കാതെ താങ്കൾ എന്താണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ചോദ്യമാണ് ചോദിച്ചത്, അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അല്ലെങ്കിൽ അങ്ങ് ഉത്തരം മുഴുവനും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യത്തിൽ വെച്ചുകൊണ്ടായിരിക്കും ഉത്തരം പറയുന്നത്. അതിന് ഭേദം ഞാനതിൽ ക്ലാരിറ്റി വരുത്തുന്നതല്ലേ. അല്ലാതെ അങ്ങ് ഇതിൽ 5 മിനിറ്റ് ഈ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? 5 മിനിറ്റ് പോയില്ലേ? അപ്പം ഇനി മറുപടി പറയണ്ട എന്നാണ് അങ്ങ് പറയൂ. ഈ ഉന്നയിക്കപ്പെട്ട 3 ആരോപണങ്ങളിൽ ഒന്ന് രക്തസാക്ഷി ധനരാജിൻ്റെ ഫണ്ട് 1.04 കോടി രൂപ പിരിച്ചു, അതിൽ 48 ലക്ഷത്തി ചില്ലുവാനും രൂപ കാണാനില്ല. അതാണ് ഒന്ന്. രണ്ടാമത് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിൻ്റെ സഹകരണ ജീവനക്കാരിൽ നിന്ന് 1 മാസത്തെ ഫണ്ട് പിരിച്ചു, അതിൻ്റെ അഴിമതിയുണ്ട്. ആ പ്രശ്നം. പിന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് മധുസൂദൻ്റെ നേതൃത്വത്തിൽ വ്യാജ രസീത് അച്ചടിച്ച് ഫണ്ട് പിരിച്ചു. ഇതാണല്ലോ ഈ 3 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഈ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ അല്ലാതെ മറ്റൊരാൾ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ വേണ്ട കണ്ണൂർ ജില്ലയിൽ പോട്ടെ കേരള സംസ്ഥാനത്ത് CPIM പ്രവർത്തിക്കുന്ന മറ്റാർക്കെങ്കിലും ഈ കുഞ്ഞികൃഷ്ണൻ്റെ ആരോപണത്തെക്കുറിച്ച് അത്ര ഒരു അഭിപ്രായം ഉണ്ടോ? സ്വാഭാവികമായിട്ട് ഉയരേണ്ടത് ഇദ്ദേഹം ആ സഖാവ് നിൽക്കുന്ന പ്രദേശത്തെ കമ്മിറ്റികളിൽ നിന്നാണ്. അത് ഏരിയ കമ്മിറ്റിയുണ്ട്, ലോക്കൽ കമ്മിറ്റികളുണ്ട്, ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട്, അങ്ങനെ സംഘടനാ സംവിധാനങ്ങളിൽ എവിടെയെങ്കിലുമാണ് ഇത്തരം കാര്യങ്ങൾ വരേണ്ടത്. പക്ഷേ അതിനൊക്കെ ഉപരിയായി ഒരു കുഞ്ഞികൃഷ്ണൻ എന്ന ഒരൊറ്റ വ്യക്തി ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം ഇതിൻ്റെ എല്ലാം മുകളിൽ CPM ശുദ്ധീകരിക്കാനായി നിൽക്കുന്ന ഒരു വിശുദ്ധനായി തന്നെ അവതരിപ്പിക്കപ്പെടുകയാണ്. ബാക്കിയുള്ളവരെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനും ഗോവിന്ദൻ മാഷും അടക്കമുള്ള എല്ലാവരും ഈ അഴിമതിക്ക് ഇത് അഴിമതിയാണെന്നാണല്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, അതിന് തണൽ വിരിച്ച് ഇങ്ങനെ നിൽക്കുന്ന അഴിമതിക്കാരുമാണ്. പക്ഷേ പ്രിയപ്പെട്ട കുഞ്ഞികൃഷ്ണൻ, താങ്കൾ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ താങ്കൾ ജീവിക്കുന്നത് ഇപ്പോഴും പയ്യന്നൂരാണല്ലോ. ഇപ്പോൾ പ്രിയപ്പെട്ട ജോസഫ് സി മാത്യു മുമ്പേ പറഞ്ഞു അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ 75 വയസ്സ് കഴിഞ്ഞത് കാരണം ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് മാറിയ നാരായണൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരനുണ്ട്, ഏരിയ തലത്തിൽ നിൽക്കുന്ന മറ്റൊരു സഖാവുണ്ട്. അങ്ങനെ നിരവധി സഖാക്കളുള്ള നാടാണെന്നേ പയ്യന്നൂർ. സുജിൽ മാക്കുറ്റി തന്നെ പറഞ്ഞില്ലേ, പാർട്ടി ഗ്രാമം, മറ്റാർക്കും കയറാൻ പറ്റാത്ത പ്രദേശം. ഇവിടെ ഒരു കുഞ്ഞികൃഷ്ണൻ മാത്രം ഉയർന്നു വന്ന് ഈ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ ഞാൻ ഇറങ്ങി പുറപ്പെടുകയാണ്, എന്ത് വന്നാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങപ്പെടും എന്ന് വിചാരിക്കാനേ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ, എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. ഇതിൽ ജില്ലാ ഘടകങ്ങൾ, കമ്മിറ്റികളൊക്കെ അല്ലേ, അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്നല്ലേ പരാതി ഉയർന്നു വരേണ്ടത് എന്നുള്ളതാണ്. അതേ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് വി കുഞ്ഞികൃഷ്ണൻ എന്നുള്ളത്. അദ്ദേഹം കൂടി ഉൾപ്പെടുന്നതാണ് ആ കമ്മിറ്റി എന്നുള്ളതാണ്. ജോസഫ് സി മാത്യു പെട്ടെന്ന്. അതായത് അദ്ദേഹത്തെ ഇതിൻ്റെ പേരിൽ നടപടിയെടുത്ത് ഒഴിവാക്കുമ്പോൾ 21 അംഗങ്ങളുള്ള ഏരിയ കമ്മിറ്റിയിൽ 17 പേര് അതിനെ എതിർത്തിരുന്നു. അപ്പോൾ അദ്ദേഹം മാത്രമായിട്ട് പറയുന്ന എന്തോ ആണ്, ബാക്കി എല്ലാവരും മറുഭാഗത്താണെന്നുള്ള ഇദ്ദേഹത്തിൻ്റെ നറേറ്റീവ് തെറ്റാണ്. ശരി, അദ്ദേഹം ഇപ്പോഴും അവിടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നിരിക്കെ അതേ കമ്മിറ്റികളിൽ ഉയർന്നു വന്ന പരാതി എന്ന നിലയ്ക്ക് അതിനെ കമ്മിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരേ ഒരു വിശുദ്ധൻ എന്ന് ആക്ഷേപിച്ച് മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല. പിന്നെ അദ്ദേഹത്തിന് മാത്രമേ പരാതി ഉള്ളൂ എന്ന് ചോദിച്ചാൽ അദ്ദേഹമായിരുന്നു അതിന്റെ ഓഡിറ്റർ. അദ്ദേഹത്തെ അത് ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചത് പാർട്ടി തന്നെയാണ്. പ്രഥമ ദൃഷ്ട്യാ തനിക്ക് ബോധ്യമാകുന്ന കാര്യം അദ്ദേഹം അല്ലെങ്കിൽ മറ്റാരാണ് പറയേണ്ടത് എന്നുള്ളതും അവിടെ നിൽക്കുകയും ചെയ്യുന്നു. ശരി, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. ഇടക്കാലത്ത് പാർട്ടി കോട്ടയെ, കണ്ണൂരിനെ ഒക്കെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ വിവാദമായി ഒരു വെളിപ്പെടുത്തൽ കുഞ്ഞികൃഷ്ണന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികൾ 1-2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്ന വിവരം.